സർ, ശബരിമലയിൽ മാത്രമല്ല പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ നിന്ന് ചിലപ്പം ആഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണം ദക്ഷിണയായിട്ട് കിട്ടുന്നത് പോകുന്നു. കൂടാതെ 30,000-ഓളം ഏക്കർ ഭൂമിയാണ് ക്ഷേത്രത്തിൻ്റേതായിരുന്നത് കൊള്ളയടിക്കപ്പെട്ടത്. ഇതിൽ പലതും തിരിച്ചു കിട്ടുന്നില്ല. ഇതിൽ ഒരു പ്രമുഖ പത്രം ഏതാണ്ട് 400 ഏക്കറോളം ഭൂമിയാണ് വർഷങ്ങളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്നത്. അത് വലിയ വിവാദവുമായതാണ്. എന്താണ് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റാത്തത്? അല്ല, അതിനകത്ത് ഒരു തിരിച്ച് ഏതാണ്ട് 30,000 ഏക്കർ ക്ഷേത്രഭൂമി കയ്യേറപ്പെട്ടിട്ടുണ്ട്. 30,000 ഏക്കർ ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ്. അത് ഇപ്പോൾ നമുക്ക് തിരുവിതാംകൂർ ദേവസ്വമുണ്ട്, കൊച്ചി ദേവസ്വമുണ്ട്, മലബാർ ദേവസ്വമുണ്ട്, പിന്നെ ഗുരുവായൂർ ദേവസ്വമുണ്ട്, മറ്റേ കൂടൽമാണിക്യ ദേവസ്വം, ഇങ്ങനെ കുറേ ഇതുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കീഴിലായിട്ട് 4,000-ലേറെ ക്ഷേത്രങ്ങളും ഉണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം സ്വത്തുക്കൾ കയ്യേറപ്പെട്ടിട്ടുണ്ട്. ഭൂമി കയ്യേറ്റം വ്യാപകമായിരുന്നു. അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിൻ്റെ ഒരു സംഗതിയുണ്ട്. മലബാറിലാണെങ്കിൽ ഈ ഭൂമി കയ്യേറ്റം നടത്തിയിട്ടുള്ളത്, മഹാഭൂരിപക്ഷം ഭൂമിയും കയ്യേറിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് മലബാറിൽ. മറ്റ് ചില പ്രമാണിമാരും ഉണ്ട്. ഇപ്പോൾ പന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭൂമി മലയാള മനോരമ 400 ഏക്കർ കയ്യേറിയിരുന്നു. ആ 400 ഏക്കർ കയ്യേറിയത് പാട്ടത്തിനടുത്താണ്. പാട്ടകാലാവധി 1974 കഴിഞ്ഞു. എന്നിട്ടും ആ ഭൂമി തിരിച്ചു കൊടുത്തില്ല. ക്ഷേത്രം ആവശ്യപ്പെട്ട് പിന്നീട് കേസ് വന്ന് ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടും സുപ്രീം കോടതി ഹൈക്കോടതി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഉള്ള ഉത്തരവിൽ ഇടപെട്ടില്ല. അതിന് പകരം ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഹർജി സ്വീകരിച്ചിട്ടേക്കാണ്. ഹർജി അപ്പോൾ ക്ഷേത്രഭൂമി ആണ്, പന്തല്ലൂർ ക്ഷേത്രഭൂമി 400 ഏക്കർ തിരിച്ചു കൊടുക്കണമെന്നുള്ള വിധി ഇപ്പം നിലവിലുണ്ട്. അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് ഇവർ മാത്രമൊന്നുമല്ല. തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്താണെങ്കിൽ ക്ഷേത്രഭൂമികൾ കയ്യേറിയിട്ടുള്ളത് കൂടുതലും ക്രൈസ്തവ സ്ഥാപനങ്ങളും ക്രൈസ്തവ മത മേധാവികളും ഒക്കെ ചേർന്നിട്ടാണ് അത് കയ്യേറിയിട്ടുള്ളത്. ഇത് കൂടാതെ ചില ഹൈന്ദവ സംഘടനകളും ഹിന്ദുക്കളായ ചില പ്രമാണിമാരും ക്ഷേത്ര സ്വത്തുക്കൾ കയ്യേറിയിട്ടുണ്ട്, ക്ഷേത്രത്തിൻ്റെ ഭൂമി. അങ്ങനെ ആകെ മൊത്തം ക്ഷേത്രഭൂമി കയ്യേറപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് 30,000 ഏക്കർ എന്നാണ്. ഈ 30,000 ഏക്കർ ഭൂമി തിരിച്ച് പിടിച്ച് ക്ഷേത്രത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമവും LDF എടുത്തിട്ടില്ല, UDF എടുത്തിട്ടില്ല. ഇതാണ് വസ്തുത. കേരളം മാറി മാറി ഭരിച്ച LDFനും UDFനും ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ട് കയ്യേറ്റപ്പെട്ടിരിക്കുന്ന ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന ഒരു നടപടി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ മലബാറിൽ വളരെ സ്വാധീനമുള്ള ഇസ്ലാമിക സമൂഹവും തിരുവിതാംകൂറിൽ സ്വാധീനമുള്ള ക്രൈസ്തവ സമൂഹവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും എതിർക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലക്ക് തന്നെ ഈ ഭൂമി കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ബാധ്യത UDFനുണ്ട്. നമുക്ക് സതീശനോട് ആവശ്യപ്പെടാം. ഈ 30,000 ഏക്കർ ഭൂമി ദേവസ്വം ഭൂമി കയ്യേറ്റപ്പെട്ടിട്ടുണ്ട്. ആ ഭൂമി ക്ഷേത്രങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള എന്ത് നടപടി എടുത്തു അല്ലെങ്കിൽ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനോ പോലും സതീശന് ധൈര്യമില്ലല്ലോ. ഇല്ല. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സതീശൻ പിന്നെ ആ രാഷ്ട്രീയത്തിലുണ്ടാവില്ല. കാരണം ഈ 30,000 ഏക്കർ ഭൂമി കയ്യേറിയിരിക്കുന്ന സമുദായത്തിൻ്റെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇവർ. അതുകൊണ്ട് UDFന് അതിലൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. LDFനാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന ഒരു ചിന്താഗതിയാണ് LDFനുള്ളത്. കാരണം അവർ ദൈവത്തിലും ഒന്നും വിശ്വസിക്കുന്നവരല്ല. ഇന്നിപ്പോൾ അവരുടെ താത്വിക ആചാര്യനായ മണിയാശാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ ക്ഷേത്രങ്ങളെ സ്ത്രീകൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ 100,000 പേരെ അവിടെ കയറ്റാൻ കഴിയും, ആരും ഞങ്ങളെ തടുക്കാൻ പോകുന്നില്ല എന്ന്. മനുഷ്യൻ്റെ ഓരോരോ തെറ്റിദ്ധാരണ എന്നല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും ഞാൻ മണിയാശാനെ വെല്ലുവിളിക്കുകയാണ്. മണിയാശാന് ധൈര്യമുണ്ടെങ്കിൽ
യുവതികളെ കയറ്റാൻ ശബരിമലയിലേക്ക് മാർച്ച് നടത്താൻ വെല്ലുവിളിക്കുകയാണ് മണിയാശാന. ഈ വെല്ലുവിളി ഏറ്റെടുക്കാവുന്നതാണ്. മണിയാശാൻ ഇടുക്കിയിൽ നിന്നുകൊണ്ട് അവിടെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന നിലയ്ക്ക് ഇങ്ങനെ പലതും വിളിച്ചു പറയും. അത് പക്ഷേ ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള മണിയാശാൻ്റെ ഈ ശ്രമത്തെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ഒന്ന് ചേർന്ന് എതിർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരെ നേരിടാനുള്ള ശക്തി ഈ ജന്മത്തിലല്ല, 7 ജന്മം കഴിഞ്ഞാൽ മണിയാശാൻ ഉണ്ടാകില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. ഞങ്ങൾ 1,00,000 പേരെ അവിടെ കൊണ്ടുവന്ന് കയറ്റുമെന്ന്. ഇങ്ങനെ ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? ഇതിൽ ആര്? ഇങ്ങനെ വെല്ലുവിളിക്കാനുള്ള എന്തുണ്ട് കയ്യിൽ? നശിച്ച് നാറാണക്കല്ല് കുത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് വിടുവായുത്വം പറയുന്ന ഒരാൾ എന്നതിനപ്പുറത്തേക്കൊരു പ്രാധാന്യമൊന്നും അങ്ങർക്കില്ലല്ലോ. ഇല്ല. അത് വിടട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷവും ഇത് ചെയ്യുന്നില്ല. അപ്പം ക്ഷേത്ര സ്വത്ത് എന്ന് പറഞ്ഞാൽ കയ്യേറാനുള്ളതാണ് എന്നൊരു വിശ്വാസം പൊതുവിലുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷേത്ര മതിലുകളിൽ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യം ചെയ്യുന്നത്. പള്ളിയുടെ മതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോസ്കിൻ്റെ മതിലിൽ കണ്ടിട്ടുണ്ടോ? ക്ഷേത്ര മതിലിലാണെങ്കിൽ ഉടനെ തന്നെ ഇവർ ബുക്ക് ചെയ്തിട്ട് എഴുതി വെക്കും. ഞാനിത് കണ്ടിട്ടുണ്ട്. മുളവാട് ഒരു കേരളേശ്വര ക്ഷേത്രമുണ്ട്, ദേവസ്വം ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ്. അതിൻ്റെ മതിലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എഴുതി വെക്കും. പള്ളിയുടെയും മോസ്കിൻ്റെയും മതിൽ തൊടില്ല, അത് വിശുദ്ധമാണ്. ഈ ഒരു മനോഭാവം കേരളത്തിലുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 30,000 ഏക്കർ ഭൂമി, ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടിട്ട് അത് തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയന് തോന്നാത്തത്? എന്തുകൊണ്ടാണ് UDFന് തോന്നാത്തത്? ആ ചോദ്യമില്ലേ? അതെ. ആ ചോദ്യത്തിനും കൂടി നമുക്കൊരു ഉത്തരം കിട്ടണ്ടേ? ഇപ്പം ഇനി ഇത് കൂടാതെ കോട്ടയിലുള്ള ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് 20 പവൻ ഒരു TT വിനോദൻ കവർന്നെടുത്ത് കണ്ടെത്തി, തിരിച്ചു പിടിച്ചിട്ടില്ല. അത്ര ഇട്ടിയുള്ള പുള്ളിക്ക്. ഒരു വിനോദനെ പോലെ എത്രയോ വിനോദന്മാർ അവിടെ നിന്ന് സ്വർണം കവർന്ന് കട്ടെടുത്തിട്ടുണ്ടാകും. നടപടിയില്ല. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് 58 പവൻ കാണാനില്ല. 2013 അയിരൂർ സ്വദേശിയായ ഒരു രാമേന്ദ്രൻ നായർ 58 പവൻ സമർപ്പിച്ചതാണ്. ആ പവൻ അങ്ങനെ തന്നെ മുക്കി. ഈയിടെ ഈ 58 പവൻ പൂശിയിരുന്ന സാധനം മാറ്റിയിട്ട് വെള്ളി പൂശലാക്കി മാറ്റി. ആ സ്വർണ്ണം അവിടെ പോയെന്ന് ഒരാൾക്കും അറിയില്ല. അങ്ങനെ ഇത് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞാണ്. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര വസ്തുക്കൾ, ക്ഷേത്ര സ്വത്തുക്കൾ, ക്ഷേത്രഭൂമി ഇതെല്ലാം കൊള്ളയടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിന് കൊള്ളയടിക്കാൻ പറ്റുന്നത് ഈ സർക്കാരിൻ്റെ ഒരു കൂട്ടുനിൽപ്പ് അല്ല. സർക്കാരിന് അതായത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ 2 കൊല്ലത്തേക്ക് മറ്റോട്ടാണ് ഈ ദേവസ്വം വരുന്നത്. 2 കൊല്ലത്തേക്കാണ് അവർ വന്നിരുന്ന് കിട്ടിയ സമയം കൊണ്ട് ആകാവുന്നത്രയും അമുക്കി അവിടെ നിന്ന് പോവുക എന്നല്ലാതെ ഈ കാര്യങ്ങളൊന്നും അവർ പഠിക്കാനോ ഇതിനെന്തെങ്കിലും ചെയ്യാനോ അവർ ശ്രമിക്കില്ല. പിന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇത്രയും അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥർ ഈ ദേവസ്വം ബോർഡിലെ പോലെ കേരളത്തിൽ എങ്ങുമില്ല. ഒരു മുരാരിയല്ല. അവിടെയുള്ള കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ 90% മുരാരിമാരാണ്. ഒറ്റ മുരാരി ബാബുവല്ല, 90%. ഇതിങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന്, ഇതിനകത്ത് ഈ ഭക്തി ഉള്ളവൻ അവിടെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ല. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഭക്തി ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. അവർ ചില കസ്റ്റമറി റിച്വൽസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഭക്തനാണെന്ന് കാണിക്കുന്നത്. ചന്ദനം തൊടും, കളഭം തൊടും, ഭസ്മം തൊടും, പിന്നെ കരിങ്കുറി തൊടുങ്ങും, അതിൻ്റെ കൂടെ കുങ്കുമം തൊടും,
ചിലപ്പോൾ ഒരു 4-5 തരത്തിലുള്ള മാലകളിടും. എന്നിട്ട് അത് പ്രദർശിപ്പിച്ച് നടക്കും എന്നല്ലാതെ ഭക്തിയില്ല. ഭക്തിയുള്ള ഒരുത്തനാണ് എങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കക്കാൻ തയ്യാറാകുമോ? അപ്പോൾ കപടഭക്തരാണ് ഇതൊക്കെ. എല്ലാം കപടഭക്തരാണ്. ഈ കപടഭക്തരെ കൊണ്ട് മാത്രമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ക്ഷേത്ര ജീവനക്കാരുടെ സംഘടന ആരുടെ കൂടെയാണ് അറിയാമോ? CITU സംഘടനയാണുള്ളത്. വിപ്ലവം നടത്താൻ നിയുക്തരാക്കപ്പെടുകയും ഈ ദൈവത്തിലും മതാനുഷ്ഠാനത്തിലും വിശ്വാസമില്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ് ക്ഷേത്ര ജീവനക്കാര്. അവർക്ക് ക്ഷേത്രത്തോട് മതിപ്പുണ്ടാകുക? ഉണ്ടാവില്ല. അവർക്ക് വല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ഒന്നുമില്ല. അവർ കട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത്. പക്ഷേ ഒരിക്കൽ പോലും ഒരാളെയും ശിക്ഷിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ദേവസ്വത്തിനൊരു വിജിലൻസ് ഉണ്ട്. ആ ദേവസ്വം വിജിലൻസ് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കേണ്ടത് ബോർഡാണ്. ബോർഡ് നടപടി സ്വീകരിക്കില്ല. അനങ്ങുന്നില്ല. അല്ല, ഒന്നും ചെയ്യില്ല. എന്തിനാ വെറുതെ നമ്മൾ ചെയ്യണത്? ഇത് കഴിഞ്ഞ് ഞാനിത് പോയി കഴിഞ്ഞാൽ അവനെ കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളത്. ഗസ്റ്റ് ഹൗസ് കിട്ടണം, തൊഴാൻ വേണ്ടി വരുന്നവർക്ക് ബാക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതാണ് പരിപാടി. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന സങ്കേതങ്ങളിൽ ഒന്നായി ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാറ്റിയെടുത്തത് ദേവസ്വം ഭരണത്തിൻ്റെ കീഴിലാണ്. കാരണം ദൈവത്തിലും ആരാധനാലയിലും ഭക്തിയും വിശ്വാസവുമില്ലാത്തൊരു സമൂഹമാണ് അവിടെ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നത്. വിശ്വാസമുള്ളവൻ ചെയ്യുമ്പോൾ അവനോടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പട്ടിയെ പോലെയാണ് അവനെ പരിഗണിക്കുന്നത്. പോ ആട്ടി ഓടിക്കുകയല്ലേ, ആട്ടി ഓടിക്കുകയാണ്. ഇവൻ്റെ ആട്ടും തുപ്പും സഹിച്ചിട്ടാണ് ഭക്തന്മാർ അവിടെ ചെല്ലുന്നത്. ആട്ടി ഓടിക്കുകയല്ലേ. വേണ്ട വേണ്ട, പോ പോ. കാരണം ഇവർക്കൊരു വിശ്വാസവും ഇല്ല. ഈ ദേവസ്വത്തിൽ കാലാകാലങ്ങളായി വന്നേക്കുന്ന ഭരണാധികാരികൾക്ക് ദേവസ്വത്തിൻ്റെ അന്യാധീനപ്പെട്ട ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരെന്ത് ശ്രമം നടത്തിയിട്ടുണ്ട്? ഒരു ഉദാഹരണം പറയട്ടെ. നടത്തിയിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കൽ ഇവരുടെ ഒരു ഭാഗമാണല്ലോ, ഇവരുടെ ഒരു ബാധ്യതയാണല്ലോ. ഇവരൊന്നും ചെയ്തിട്ടില്ല. ഇത് പലതും എന്ന് പറഞ്ഞപ്പോൾ മനോരമയുടെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞു. 400 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തതാണ്. തിരിച്ചു കൊടുക്കില്ല. പാട്ടക്കാലാവധി 74 കണ്ട് തിരിച്ചു കൊടുത്തില്ല. ഇതാണ് പലതും ചെയ്തിട്ടുള്ളത്. പക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോൾ മോസ്കിൻ്റെ കാര്യത്തിലോ ചർച്ചിൻ്റെ കാര്യത്തിലോ ഇത് സംഭവിക്കുന്നില്ലല്ലോ. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല. കാരണം എന്താ വെച്ചാൽ മറ്റൊരു സംഘടിതരാണ്, മറ്റൊരു സംഘടിതരാണ്. ഇപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഏറ്റവും കൂടുതൽ ക്ഷേത്രഭൂമികൾ അനധികൃതമായി കൈയടക്കിയിട്ടുള്ളത് ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സ്ഥാപനങ്ങളുമാണ്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ. തൊടില്ല. കാരണം വോട്ട് ബാങ്കാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ നോമാൻസ് ലാൻഡാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും കയ്യേറാം. ഇതിനൊരു അറുതി വരണ്ടേ? അതെ, ഒരവസാനം വേണ്ടേ ഇതിനൊക്കെ? 30,000 ഏക്കർ ഭൂമി അനധികൃതമായി ക്ഷേത്രത്തിൻ്റെ ഭൂമി കൈയടക്കി വെച്ചിട്ടുള്ളവരിൽ നിന്ന് ആ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ UDF തയ്യാറാണെങ്കിൽ അവരത് പറയട്ടെ. ഇപ്പം ക്ഷേത്രത്തിൻ്റെ പേരിൽ കിടന്ന് ബഹളം വെക്കുന്നുണ്ടല്ലോ, അതെ, അത് വെറുതെയാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേരിൽ കേസുണ്ടോ? ഇല്ല. എൻ്റെ പേരിൽ 251 കേസുണ്ട്. ഒരു പത്രസമ്മേളനം നടത്തിയതിൻ്റെ പേരിൽ മാത്രം. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ്റെ അതിനകത്ത് പ്രതിയല്ല. അവർ ഗാലറിയിൽ ഇരുന്ന് കളി കാണായിരുന്നു. ഇപ്പോഴും അല്ല. പക്ഷേ ശബരിമല പ്രക്ഷോഭം ഇപ്പോൾ ഏറ്റെടുത്തേക്കാണ്. മനുഷ്യരെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കിതിനകത്ത് ഇത് കാരണം ഹിന്ദുക്കളുടെ 10 വോട്ട് എങ്ങനെയെങ്കിലും ശബരിമല ശ്രീ അയ്യപ്പനെ സ്നേഹിക്കുന്നവരുടെ 10 വോട്ട് കിട്ടാൻ വേണ്ടി കളവ് നടത്തുകയാണ് സതീശനും കൂട്ടരും.
കറുപ്പെടുത്ത് ശബരിമലക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. അത് മനുഷ്യനെ, അത് ആളെ പറ്റിക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ശബരിമലക്ക് പോവുകയും ഈ ഹൈന്ദവ ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സതീശൻ പറയട്ടെ, ക്ഷേത്രങ്ങളുടെ കയ്യേറ്റപ്പെട്ടിരിക്കുന്ന 30,000 ഏക്കർ ഭൂമി തിരിച്ചു കൊടുക്കാൻ എന്ന് സതീശൻ പറയട്ടെ. നോക്കാൻ പറയുമല്ലോ. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള വ്യാപകമായ രാഷ്ട്രീയ സംരക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള ഭൂമി കയ്യേറ്റവും സ്വത്ത് കയ്യേറ്റവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അന്ത്യം ഉണ്ടായേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.